ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. കഴിഞ്ഞ ക്ലാസ്സിൽ അർത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറയുകയും പഠിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം പേജ് നമ്പർ 8 1ഉം 2ഉം ചോദ്യങ്ങൾ കൂടി പഠിക്കാൻ നോക്കാം. അതായത് ഇവിടെ നോക്കിക്കേ, നാച്ചുറൽ നമ്പേഴ്സ്, ഇതെല്ലാം പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നിരുന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം കൂടി. 1, 2, 3 കഴിഞ്ഞ് അടുത്ത സംഖ്യ ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? അതായത് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകളെ കുറിച്ച് നമുക്ക് അറിയാം. ഇനി ഓഡ് നമ്പേഴ്സ് ഏതാന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ്? 1, 3, 5. ഇത് കഴിയുമ്പോൾ അടുത്ത ആരാണെന്നും നമുക്കറിയാം. ഈവൺ നമ്പേഴ്സ് 2, 4, 6 അടുത്തടുത്ത സംഖ്യകൾ നമുക്ക് പറയാൻ കഴിയും. ഇനി അടുത്തത് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. അടുത്ത എന്തായിരിക്കും? 4ന്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കിതെല്ലാം അറിയാം. ഇനി ഇവിടെ നോക്കിക്കേ, മൾട്ടിപ്പിൾസ് ഓഫ് 5, 5, 10, 15, അടുത്തത് 20, അങ്ങനെ പോകും. ഇനി നാച്ചുറൽ നമ്പറിൻ്റെ ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1ന്റെ പകുതി 2/2, അതായത് 1. 3ന്റെ പകുതി 3/2, 1.5 കിട്ടും. 4/2, 2. ഇങ്ങനെ പോകുന്നു. മൾട്ടിപ്പിൾസ് ഓഫ് 4, മൾട്ടിപ്പിൾസ് ഓഫ് 3, ഇതുപോലെ നിരവധി എക്സാമ്പിൾ നമുക്ക് എഴുതാൻ കഴിയും. ഇതിനെയെല്ലാം നമ്മൾ പറയുന്നതാണ് നമ്പർ സീക്വൻസ്, അതായത് സംഖ്യാ ശ്രേണികളെന്ന്. എന്താണ് സംഖ്യാ ശ്രേണികൾ? ഇനി ഞാൻ വേറൊരു കുറേ നമ്പേഴ്സ് കാണിച്ചു തരാം. ഇവിടെ 10, 18, 15, 26, 42. നോക്കിക്കേ, കുറേ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതൊരു ശ്രേണിയാണ്. നോക്കിയേ, 10, 15, 26, 42. അത് കഴിഞ്ഞ് അടുത്ത സംഖ്യ ഏത് വരുന്നത് നിങ്ങൾക്ക് അറിയുമോ? ഇല്ല. അടുത്ത സംഖ്യ ഏതാ നമുക്ക് പറയാൻ സാധ്യമല്ല. അതെന്തുകൊണ്ട്? ഒരു പ്രത്യേക നിയമം അനുസരിച്ചല്ല ഈ ശ്രേണി എഴുതിയിരിക്കുന്നത്. ഒരു പ്രത്യേക പാറ്റേണോ നിയമമോ ഈ സംഖ്യകളിൽ ഇത് ശ്രേണിയായിട്ട് എഴുതുകയാണെങ്കിൽ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് സംഖ്യാശ്രേണി എന്ന് വിളിക്കാൻ സാധ്യമല്ല. ഇവിടെ നമുക്കൊരു പ്രത്യേക നിയമം ഉണ്ട് അല്ലേ? അതായത് ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ചാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 വീതം കൂടിയിരിക്കുന്ന ഇവിടെ 2, ഇവിടെയും 2, ഇവിടെ സ്ക്വയർ. അതുകൊണ്ട് നമുക്ക് അടുത്തടുത്ത നമ്പേഴ്സ് പറയാൻ കഴിയും. മൾട്ടിപ്പിൾസ് ഓഫ് 5ഉം അടുത്തടുത്ത നമ്പേഴ്സ് പറയാൻ കഴിയും. നാച്ചുറൽ നമ്പേഴ്സും അടുത്തടുത്ത നമ്പേഴ്സ് പറയാൻ കഴിയും. അപ്പോൾ ഇതിനെയെല്ലാം നമ്പർ സീക്വൻസ് എന്ന് പറയും, അതായത് സംഖ്യാശ്രേണികൾ. ഇതിന് നമ്മൾ ശ്രേണി എന്ന് പറയേയില്ല. എന്താണ് കാരണം? ശ്രേണി എന്ന് പറയാത്ത എന്താണ്? ഒരു പ്രത്യേക റൂളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേണിലോ എഴുതിയ സംഖ്യകളല്ല, വെറുതെ കുറേ സംഖ്യകൾ എഴുതിയിരിക്കുന്നതെന്ന് മാത്രം. അപ്പം മനസ്സിലായല്ലോ എന്താണ് ശ്രേണി, സംഖ്യാശ്രേണി. ഇനി ജിയോമെട്രിക്കൽ ഫോമിൽ നമുക്ക് ഇതുപോലെ സംഖ്യാശ്രേണികൾ എഴുതാൻ, ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് തന്നുകൊണ്ട് നമുക്ക് സംഖ്യാശ്രേണികൾ എഴുതാൻ ആവശ്യപ്പെടാറുണ്ട്. അത് നമുക്ക് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, എന്താണ് പെൻറ്റഗൺ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൈഡ്സും ആംഗിൾസും വെച്ച് നമുക്ക് സംഖ്യാശ്രേണികൾ എഴുതാൻ കഴിയും. ഇത് ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ്. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3, രണ്ടാമത്തെ 4, 5,
ഇങ്ങനെ നമുക്ക് അടുത്തത് 6 സൈഡുള്ളത് വരയ്ക്കാം. ഇതിനെ നമ്മൾ ബഹുഭുജങ്ങൾ എന്നാണ് പറയുന്നത്. ഒരുപാട് വശം, ബഹു എന്ന് പറഞ്ഞാൽ ധാരാളം. അപ്പോൾ 3 തൊട്ട് തുടങ്ങി 5 വരെ നമ്മൾ എഴുതി, ഇനി അടുത്ത 6 എഴുതാം, 7 വരയ്ക്കാം, അങ്ങനെ പോകാം. അതുപോലെ സം ഓഫ് ദ ആംഗിൾസ്, 3 ത്രികോണത്തിന് 3 കോണുകളാണ്. അപ്പോൾ സം ഓഫ് ദ ആംഗിൾസ്, എത്രയാണ്? സം ഓഫ് ദ ആംഗിൾസ് 180, 360 അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. എന്താണ്? ട്രയാങ്കിളിൻ്റെ 180, 360, പിന്നെ അടുത്തത് 540, ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ ഞാൻ ജോമെട്രിക്കൽ ഫിഗേഴ്സാണ് വരച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ, ഇതിൻ്റെ അകത്ത് 2 ട്രയാങ്കിൾ, ഇത് 3 ട്രയാങ്കിൾ, എല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, അതായത് മട്ട ത്രികോണങ്ങളാണ്. ഇപ്പം ത്രികോണങ്ങളുടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് ഫിഗർ, വി ഹാവ് 3 ഫിഗർ, 3 ചിത്രങ്ങളുണ്ടോ, അതിൽ നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം വെച്ച് ഒരു ശ്രേണി എഴുതി കൂടെ എഴുതാം. സംഖ്യാശ്രേണി നമുക്ക് എഴുതാൻ കഴിയും. എത്ര? ആദ്യത്തെ ഫിഗറിൽ എത്ര? 1 ട്രയാങ്കിൾ, രണ്ടാമത്തേൽ 2, മൂന്നാമത്തേൽ 3, പിന്നെ അടുത്തത് എത്ര? 4 വരയ്ക്കാം. ഇനി സം ഓഫ് ദ ആംഗിൾസ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. എത്ര? 180, ഇവിടെ 2 ട്രയാങ്കിൾ വരുമ്പോൾ ഇതാണ് 4 ആംഗിൾസ് ആയല്ലേ, 360. അപ്പം സം ഓഫ് ദ ആംഗിൾസ്, എത്ര? 180, 360, 540 ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ എല്ലാം ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിച്ചാലോ? ഇത് 1 കൊടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കർണം എത്ര? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, ബി എന്ന് എഴുതുന്നുള്ള, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതുന്നുള്ളൂ, ഷോർട്ട് ഫോം ആയിട്ട് അങ്ങനെ എഴുതുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ ഇത് റൂട്ട് 2 എന്ന് കിട്ടി. ആ റൂട്ട് 2 ഇവിടെയും 1 അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് റൂട്ട് 2, ഇവിടെ 1. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതുപോലെ നമ്മൾ നോക്കുക, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽസ്, രണ്ടാമത്തെ ഫിഗറിലാണ് റൂട്ട് ഓഫ് എന്താണ്? റൂട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, റൂട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 2 ആണ്. 2 പ്ലസ് 1, ഇപ്പോൾ റൂട്ട് ഓഫ് 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് റൂട്ട് 3 എന്ന് കിട്ടും. ഇവിടെ അതുപോലെ 1, 1, ഇവിടെ റൂട്ട് 2, ഇവിടെ 1, ഇവിടെ റൂട്ട് 3. അപ്പോൾ ഇതെന്തായിരിക്കും? ഇവിടെ 1 വരുമ്പോൾ എത്രയായിരിക്കും? റൂട്ട് 4 എന്ന് കിട്ടും. അതായത് റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് ഈ ഹൈപ്പോട്ടിന്യൂസ് വെച്ച് നമുക്കൊരു ശ്രേണി എഴുതാം. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4 ഇങ്ങനെ പോകും. ഇനി സം ഓഫ് ദ ആംഗിൾസ്, എക്സ്റ്റീരിയർ ആംഗിൾസ്, അങ്ങനെയും നമുക്ക് ശ്രേണികൾ എഴുതാം. ഇതെല്ലാം സംഖ്യാശ്രേണികളാണ്. നമ്പർ സീക്വൻസ്, എന്താ പറയുക? നമ്പർ സീക്വൻസ്. ഈ നമ്പർ സീക്വൻസിൽ ഒരു പ്രത്യേക റൂളില്ലേ എന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരു പ്രത്യേക റൂൾ അനുസരിച്ചാണ് ഇത് പോയിരിക്കുന്നത്. ഈ ശ്രേണിയിൽ ഒരു പ്രത്യേക റൂൾ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പദം കണ്ടുപിടിക്കാം. അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത ആൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഞാൻ ആദ്യം കുറേ നമ്പേഴ്സ് വാരി എഴുതിയതുപോലെ അങ്ങനെ എഴുതുകയാണെങ്കിൽ അടുത്ത ആരാണ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അവിടെ ഒരു പ്രത്യേക നിയമമോ എന്താണ് ഒരു പാറ്റേണോ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ, അടുത്തത് ഇതുപോലെ പോവുകയാണ്. ഈ രീതിയിൽ ഈ പാറ്റേൺ അനുസരിച്ച് പോവുകയാണെങ്കിൽ അടുത്ത 4 ട്രയാങ്കിൾ ആയിരിക്കും. പിന്നെ സം ഓഫ് ദ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ആണ് ഇത്. സം ഓഫ് ദ ആംഗിൾസ് മീൻസ് ഇന്റീരിയർ ആംഗിൾസ്.
അകത്തുള്ള കോണുകൾ. പിന്നെ എക്സ്റ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഈ ജോമെട്രിക്കൽ ഫിഗർ അനുസരിച്ച് നമ്പർ സീക്വൻസ് സംഖ്യാശ്രേണികൾ രൂപീകരിക്കാൻ കഴിയും. അപ്പം സംഖ്യാശ്രേണി എന്താണെന്ന് മനസ്സിലായ? നമ്പർ സീക്വൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്പർ സീക്വൻസ് ഇറ്റ് ഫോളോസ് എ particular rule or pattern that is called as number sequence. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ്, അതായത് 2 ചോദ്യം എക്സസൈസ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, പേജ് നമ്പർ 8 ഒന്നാമത്തെ ചോദ്യമാണ് വരച്ചിട്ടിരിക്കുന്നത്. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്ട്രോക്കിംഗ് ഡോട്ട്സ്. എന്താ 3 ഫിഗറിൽ ഡോട്ട്സ് ഉണ്ട്. ഇതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ത്രികോണത്തിലുള്ള കുത്തുകളുടെ എണ്ണം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ്. അടുത്ത 3 ത്രികോണങ്ങൾ, ഇപ്പം 3 ത്രികോണം ഉണ്ട്, അടുത്ത 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര ഡോട്ടുകൾ, എത്ര കുത്തുകൾ വേണം? ഇവിടെ നോക്കിക്കേ, ആദ്യത്തേൽ 3 എണ്ണം അല്ലേ? ഞാനിവിടെ അങ്ങ് എഴുതാം 3. ആ 3ൻ്റെ കൂടെ ഇവിടെ 3 കൂടെ ചേർന്ന് 3 3 എത്രയായി? 6 ആയി അല്ലേ? ഈ 6 നോക്കിക്കേ, ഇവിടെ 6 എണ്ണം ഉണ്ട്. 6ൻ്റെ കൂടെ 4 കൂടെ ചേർന്ന് എത്രയായി? 10 ആയി. ഇനി അടുത്ത പടം എന്തായിരിക്കും? 10ൻ്റെ കൂടെ എന്താ കൂടെ ഇവിടെ താഴത്തെ റോ മാത്രം നോക്കിയാൽ മതി. 3 4 അടുത്തത് 5 ആയിരിക്കും അല്ലേ കൂടുന്നത്. അപ്പോൾ 10ൻ്റെ കൂടെ 5 കൂടുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും അല്ലേ? അടുത്ത എന്തായിരിക്കും നോക്കിക്കേ, അടുത്ത എന്തായിരിക്കും? 3 എണ്ണമാണ് ഒരു ചോദിച്ചിരിക്കുന്നത്. അടുത്ത എന്തായിരിക്കും? ഈ 15ൻ്റെ കൂടെ, ഇത് 4ാമത്തെ, ഇനി 5ാമത്തെ ആണെങ്കിലോ 15ൻ്റെ കൂടെ എത്ര ഡോട്ടുകൾ കൂടെ ഉണ്ടായിരിക്കും? 6 ഡോട്ടുകൾ. 1 2 3 4 5 6 ഡോട്ടുകൾ കൂടിയിട്ട് 15 6 21 കിട്ടും. 5ാമത്തെ 6ാമത്തെ ചിത്രം 3 എണ്ണം കൂടിയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 6ാമത്തെ ചോദ്യത്തിൽ ഇവിടെ എത്ര? 3 കൂടി 4 കൂടി 5 കൂടി 6 കൂടി. ഇനി അടുത്ത എത്രയായിരിക്കും? 7 കൂടും അല്ലേ? 7 ഡോട്ട്. 3 4 5 6 7. അതായത് 21ൻ്റെ കൂടെ 7 കൂടുമ്പോൾ 28 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അടുത്ത 3 എണ്ണം ചെയ്യാൻ എത്ര കുത്തുകൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ചെയ്യാൻ, അതായത് അടുത്ത കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ ഇതുപോലെ പോവുകയാണെങ്കിൽ അടുത്ത 3 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര കുത്തുകൾ വേണം? അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എഴുതിയാലോ? എന്തൊക്കെയായിരിക്കും? ആദ്യം 3 6 10. ഇത് 3 എണ്ണം ഉണ്ടായിരുന്നല്ലേ? അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ എന്താ കിട്ടി? 15. ഇതാണ്ടേ, ഇത് 3 നമ്മുടെ ആൻസറായിട്ട്. നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഈസ് 15 21 ആൻഡ് 28. ഓക്കെ, ഇനി അടുത്ത നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ ചോദ്യം, ഫ്രം ദ സീക്വൻസ് ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺ ഫോം ദ ഫോളോയിങ് സീക്വൻസസ്. അതായത് നമുക്ക് സമഭുജ ത്രികോണം, ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം, സമചതുരം, സമ പഞ്ചഭുജം, എന്താണ്, ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ സമബഹുഭുജങ്ങൾ. ഈ തന്നിരിക്കുന്ന ഓരോ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. നമ്പർ ഓഫ് സൈഡ്സ്, 3 വശങ്ങളുള്ള രൂപം. നോക്കിക്കേ, 3 വശങ്ങൾ എന്ന് പറയുന്നത് ഏതിനാണ്? ത്രികോണത്തിനാണ് അല്ലേ? 4 വശം സമചതുരം, 5 വശം പെൻറ്റഗണാണ്. റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. പിന്നെ ഹെക്സഗൺ 6 സൈഡ്, ഇതാണ് ഹെക്സഗൺ. ഇപ്പോൾ 3 4 5 6 വശങ്ങളുള്ള രൂപങ്ങൾ വരെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? റെഗുലർ പോളിഗൺസ് ആണ്.
നമ്പർ ഓഫ് സൈഡ്സ് ആണ് ആദ്യം അവർ തന്നെ ഒരെണ്ണം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 3 വശം, 4 വശം, 5 വശം, 6 വശം. സം ഓഫ് ഇന്നർ ആംഗിൾസ്, ഇതാണ്ട് ട്രയാങ്കിൾസിന്റെ ഇന്നർ ആംഗിൾസ് നമുക്കറിയാം. എത്രയായിരിക്കും? 180, പിന്നെ 360, 540. ഓരോ 180 വീതം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഒരു വശം കൂടുമ്പോൾ ഒരു 180 ഡിഗ്രിയാണ് അവിടെ കൂടുന്നത്. നോക്കിക്കേ, 3 വശമായപ്പോൾ 180, അതിൻ്റെ കൂടെ ഒരു വശം കൂടെ കൂടിയപ്പോൾ 4 വശമായപ്പോൾ 360, 4ൻ്റെ കൂടെ ഒരു വശം കൂടെ കൂടിയപ്പോൾ വീണ്ടും ഒരു 180 കൂടി, പിന്നെ അതിൻ്റെ കൂടെ ഒരു 5 വശത്തിനോടെ ഒരു വശം കൂടെ കൂടിയപ്പോൾ 6 വശമായപ്പോൾ വീണ്ടും ഒരു 180 കൂടി. അങ്ങനെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്ര വരും? 180, 360, 540, 720. അപ്പോൾ ഇത് മായ്ച്ചിട്ടെ. ഇതാണ് ഒന്നാമത്തെ ആൻസറാണ് ഇത്. ആൻസറാണ് ഇത്. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ഏതൊരു എണ്ണത്തിനും എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടല്ലേ? ഔട്ടർ ആംഗിൾ പുറത്തുള്ള, ഇത് അകത്തുള്ള ആന്തര കോണുകൾ, ഇത് ബാഹ്യ കോണുകൾ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ബാഹ്യ കോണുകൾ ഇതാണ്ട് ഈ പുറത്തുള്ള കോണുകളെയാണ് ബാഹ്യ കോണുകളെന്ന് പറയുന്നത്. അതുപോലെ എല്ലാത്തിനും ബാഹ്യ കോണുകളുണ്ട്. ഓക്കെ, ഈ വശം നീട്ടുക, ഈ വശം നീട്ടുക, വശം നീട്ടുക, വശം നീട്ടുക. വേണ്ടേ, ഇവിടെ ഉണ്ടാകുന്ന ഈ പുറത്ത് കാണുന്നതാണ് ബാഹ്യകോണെന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിനും അത് കണക്ക് ഓരോ വശങ്ങൾ നീട്ടി കൊടുത്ത് നമുക്ക് ബാഹ്യകോണുകൾ കണ്ടെത്താം. ഏതൊരു ബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 360 തന്നെ ആയിരിക്കും. ഒരു മാറ്റവും ഇല്ല. നോക്കെ, ഇത് ബാഹ്യകോണും ആന്തരകോണുകളുടെയും തുക രണ്ടും തുല്യമായി വരുന്ന ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഏതാണ്? 4 വശങ്ങളുള്ള എന്താണ് സമഭുജ, സ്ക്വയറും വരും, റെക്റ്റാങ്കിളും വരും, പിന്നെ എന്താണ് 4 വശങ്ങളുള്ള രൂപങ്ങളെല്ലാം ഇങ്ങനെ വരും. പിന്നെ ഇവിടെ 360 അങ്ങനെ അങ്ങ് പോകും. ഇനി ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ സമ്മാണ് കണ്ടുപിടിച്ചല്ലേ. ഒരു ഇന്നർ ആംഗിൾ എത്ര അകത്തുള്ള കോണുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ നമ്പർ ഓഫ് ആംഗിൾസ് എത്രയുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 ആണെങ്കിൽ 180 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 180 ഡിവൈഡഡ് ബൈ 3 60 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം 180 ബൈ 3 ഇതാണ് 60. 360 ബൈ 4 എത്ര വരും? 90. 540 ബൈ 5 എത്ര വരും? 72. ഇനി അടുത്തതോ? അടുത്ത എത്ര വരും? 720 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. ഞാൻ ഇതങ്ങ് മായ്ച്ചിട്ട് ആൻസർ മാത്രം എഴുതാണ്. മനസ്സിലായല്ലോ? 180 ബൈ 3 60. ഇതെത്ര വരും? 90. ഇതെത്ര വരും? 72. ഇതെത്ര? 120. അതാണ് ഇന്നർ ആംഗിൾസ് ആൻസർ 60. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലേ? 180 ബൈ നമ്പർ ഓഫ് സൈഡ്സ് 3, 360 ബൈ നമ്പർ ഓഫ് സൈഡ്സ് ഓർ നമ്പർ ഓഫ് ആംഗിൾസ്. ഈ ആംഗിൾസ് അല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആംഗിൾസിൻ്റെ എണ്ണവും സൈഡ്സിൻ്റെ എണ്ണവും ഒന്ന് തന്നെയാണ്. സൈഡ്സ് അപ്പോൾ ആംഗിൾസ് കൊണ്ടാണ് ഇവിടെ ആംഗിൾ ചോദിച്ചുകൊണ്ട് ആംഗിൾസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 180 ബൈ 3, 360 ബൈ 4, 540 ബൈ 5, 720 ബൈ 6. അങ്ങനെയാണ് 60, 90, 72, 120 എന്ന് കിട്ടിയത്. ഇനി ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസ് ഇതുപോലെ നമുക്ക് കണ്ടുപിടിച്ചെഴുതാം. എത്ര കിട്ടും നമുക്ക് ഔട്ടർ ആംഗിൾസ്? ഔട്ടർ ആംഗിൾസ് സം എല്ലാം 360 ആണ് അല്ലേ. അപ്പോൾ 360യെ നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? ആൻസർ പറയും. 60, 360 ഇന്നർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിനി സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ് 360, 360, 360, 360, 360. അപ്പം
വൺ ഔട്ടർ ആംഗിളാണ്. ആൻ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ വൺ ഔട്ടർ ആംഗിളാണ്. 360/3. 360/3. 360/3. അപ്പോൾ എത്ര കിട്ടും? 120. ഇവിടെ 360/4 എത്ര കിട്ടും? 90. 360/5 എത്ര കിട്ടും? 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 72. 360/6 എത്ര കിട്ടും? 60 എന്ന് കിട്ടും അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടും? 120, 90, 72 ആൻഡ് 60. അപ്പം ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. സം തന്നിട്ട് 1 ആംഗിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ആൻസർ കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പം 2 ചോദ്യം കഴിഞ്ഞു. അപ്പം ഈ 2 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ചോദ്യങ്ങൾ മനസ്സിലായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും ബൈ. ഓക്കെ.